രാജ്യത്തെ ചെറുപ്പക്കാരുടെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരക്ഷരം മിണ്ടിപ്പോകരുത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ഭാവിയെയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന അല്ലെങ്കിൽ വാദിക്കേണ്ടുന്ന കേന്ദ്ര സർക്കാരും BJPയും ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടി സംസാരിച്ചില്ല എന്ന് മാത്രമല്ല, ലോകസഭയിൽ സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് സ്പീക്കർ ഓഫാക്കിയിരിക്കുകയാണ്. യുവാക്കളുടെ ശബ്ദം രാജ്യം കേൾക്കണ്ട എന്നതാണ് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യവും നയവും. താൻ അവർക്ക് വേണ്ടി സംസാരിക്കട്ടെ എന്നും തൻ്റെ മൈക്രോഫോൺ ഓണാക്കാൻ സ്പീക്കറോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നതും നമ്മൾ മീഡിയ വഴി കണ്ടു. നീറ്റ് വിവാദത്തിൽ ചർച്ച വേണമെന്നും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രസ്താവന ഇറക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. നീറ്റ് വിഷയത്തിൽ മോദി മൗനം തുടരുമ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി യുവാക്കൾക്കായി ശബ്ദമുയർത്തുന്നു. ഇത്രയും ഗൗരവകരമായ ഒരു വിഷയത്തിൽ യുവാക്കളുടെ ശബ്ദം അടിച്ചമർത്താൻ മൈക്ക് ഓഫ് ചെയ്യുന്നത് പോലുള്ള തരം താണ പ്രവൃത്തികൾ ചെയ്യുന്നു എന്നത് രാജ്യം തല താഴ്ത്തിപ്പോയ നിമിഷമായി ലോകസഭയിൽ ഇന്ന് മാറി. വിവാദ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് MP KC വേണുഗോപാലാണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ രാഷ്ട്രപതിക്കുള്ള നന്ദി പ്രമേയത്തിൽ ചർച്ച നടത്താമെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. അവസാനം പണി പാളി എന്നുറപ്പായപ്പോൾ MP-മാരുടെ മൈക്രോഫോൺ താൻ ഓഫ് ചെയ്തിട്ടില്ലെന്നും അതിൻ്റെ നിയന്ത്രണം തനിക്കില്ലെന്നും സ്പീക്കർ ഓം ബിർളയ്ക്ക് പറയേണ്ടി വന്നു. ഏതായാലും രാഹുൽ ഗാന്ധിയുടേതല്ല, ഈ രാജ്യത്തെ യുവതി യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ശബ്ദമാണ് ഇന്ന് ഓഫാക്കപ്പെട്ടതും അടിച്ചമർത്തപ്പെട്ടതും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യത്ത് ഉയർന്നു വന്നത്. നീറ്റ് പരീക്ഷാഫലത്തിൽ അട്ടിമറി എന്നായിരുന്നു ഉയർന്നു വന്ന പ്രധാന ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വിദ്യാർത്ഥികളെല്ലാം പരാതി നൽകി കഴിഞ്ഞു. 67 പേർക്ക് 1-ാം റാങ്ക് ലഭിച്ചതും ചില വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയതും അട്ടിമറിയാണ് എന്നാണ് വ്യക്തമാകുന്നത്. അട്ടിമറി നടന്നിട്ടുണ്ടും എന്നും അതിൽ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണമെന്നുമാണ് ആവശ്യം. ഫലം പ്രഖ്യാപിച്ചപ്പോൾ 67 പേർക്ക് 1-ാം റാങ്ക് ലഭിച്ചു. അത് പ്രധാന ചർച്ചയായി മാറി. ഇതിൽ 6 പേർ ഒരേ സെന്ററിൽ നിന്ന് പരീക്ഷ എഴുതിയവരാണ് എന്ന വലിയ ആരോപണവും പരാതിക്കാർ പറയുന്നു. 1-ാം റാങ്ക് ലഭിച്ചവരിൽ 47 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് NTA പറയുന്നത്. NCERT പാഠപുസ്തകത്തിലെ ഉത്തരവിൻ്റെ പിഴവിനാണ് ആ ഗ്രേസ് മാർക്ക് എന്നാണ് NTA വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ 2-ാം റാങ്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സമയം കിട്ടിയില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രേസ് മാർക്ക് നൽകിയത്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ ഭാവി പോലും അവതാളത്തിലാക്കുന്നൊരു ഫലം അത് പ്രസിദ്ധീകരിച്ചവർക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധി മുന്നിൽ നിന്നപ്പോൾ ഭയന്നുപോയ മോദിയെയാണ് സ്പീക്കറെ കൊണ്ട് മൈക്ക് ഓഫ് ചെയ്യിപ്പിച്ചതെന്നും പറയപ്പെടുന്നു. ഏതായാലും പുതിയ ലോകസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തെ ഭയന്ന് നരേന്ദ്രമോദി കാണിക്കുന്ന വെപ്രാളം ഇന്ന് രാജ്യം കണ്ടു.